ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ഈ വീടിനെ ഞാൻ കാണുന്നത് ബഹുമാനത്തോടു കൂടിയാണ്, അതുകൊണ്ട് ഈ വീടിൻ്റെ സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് അടി കിട്ടിയ പോലെ അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. രേവതിയുടെ മുമ്പിൽ ചമ്മ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രേവതി രാവിലെ എഴുന്നേറ്റ് വിളക്ക് എത്തിച്ച് പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വന്ന് രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഇങ്ങോട്ട് വാ, അകത്തോട്ട് കയറി വരാൻ. അന്നേരം സച്ചി അകത്ത് കയറി വന്നിട്ട് ചോദിക്കുക, എന്താണ് പ്രാർത്ഥിക്കുക സച്ചി ഏട്ടാ എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് നിർത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. അപ്പോൾ സച്ചി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് രേവതിയുടെ കൂടെ നിന്ന്. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേന് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പ്രാർത്ഥിച്ചെന്ന്. ഞാൻ എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി തോന്നണേന്ന് മാത്രമോ പ്രാർത്ഥിച്ചെന്ന് പറയും. അല്ലെങ്കിൽ നിൻ്റെ നാക്കിന് ഇപ്പോൾ ഈയിടെ ഇച്ചിരി നീളം കൂടുതലാണെന്ന് പറയും. എൻ്റെ നാക്കിന് അങ്ങനെ നീളമൊന്നും ഇല്ലെന്ന് പറയും. നീ ഇവിടെ വന്ന സമയത്ത് നിനക്ക് ഇച്ചിരി നീളം കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരിയുടെ കൂടിയെന്ന് പറയും. നിങ്ങളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്, ഇത്രയെങ്കിലും നാക്കിന് നീളമില്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടാന്ന് പറയും. പിന്നെ സച്ചേട്ടൻ രാവിലെ എവിടെ പോയതായിരുന്നു എന്നോട് പറയാതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, പുറത്ത് പോകേണ്ട, അത് നിന്നോട് പറയാം, നീ പോയി ഒരുങ്ങിയിട്ട് വരാൻ പറയും. എന്നിട്ട് സച്ചി വന്നിട്ട് രവിയേട്ടനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങോട്ട് വന്നേന്ന്. അന്നേ രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഈ വിളിക്കുന്ന കേട്ടുകൊണ്ട് ചന്ദ്രമതിയും ഹാളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാണ്. നിർത്തേനുടനെ സച്ചി ചോദിക്കും, അച്ഛാ അമ്മയും കൂടെ ഒന്ന് വിളിക്കാവോ, ഒരു കാര്യം പറയാനാന്ന് പറയും. എന്തിനാന്ന് ചോദിക്കും. അതല്ല അമ്മ വിളിക്കുന്നു പറയും. അപ്പം ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ, നീ ഇങ്ങ് വന്നേ, സച്ചി വിളിക്കുന്ന കേട്ടില്ലെന്ന് പറയും. അപ്പം രേവതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അന്നേരം ഇവർ രണ്ടുപേരും അടുത്ത് നിൽക്കുമ്പോഴത്തേന് രവീന്ദ്രൻ ഇവർക്ക് വിവാഹ മംഗളാശംസകൾ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, എന്താ നീ എന്നെ വിളിച്ചത് എന്താന്ന് ചോദിക്കാം. അച്ഛാ ഇത് എന്ന് പറഞ്ഞ ഉടനെ ഒരു ജുവൽ ബോക്സ് എടുത്ത് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കാണിക്കുകയും അന്നേരത്തേനാണ് അച്ചമ്മ വെളി വന്നിരിക്കുന്നത്. രവി മോനെ എന്ന് വിളിക്കുന്ന കേട്ടുകൊണ്ട് ഇവരെല്ലാം നോക്കുമ്പോൾ അച്ചമ്മയാണ് നിൽക്കുന്നത്. ഉടനെ സച്ചി ഓടി വന്ന് അച്ചമ്മയെന്ന് പറഞ്ഞ് അച്ചമ്മയെ എടുത്ത് പൊക്കുന്നൊക്കെ വട്ടം കറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ അമ്മ താത്ത് വെക്കുന്ന പറയും. അപ്പോൾ രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അച്ചമ്മ വന്ന് കാണുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചമ്മ സച്ചിയോട് പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് പൊക്കരുതെന്നൊക്കെ പറയും. അല്ലെങ്കിലും ഞാനിത് പൊക്കിയില്ലെങ്കിൽ അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകില്ലേ എന്നൊക്കെ സച്ചിയും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതിയും കൂടെ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് അച്ചമ്മയുടെ അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. അവരിങ്ങനെ നോക്കാതൊക്കെ നിൽക്കുകയാണ്. അന്നേരത്തേനുടനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ രാജകുമാരി എന്ത് ചെയ്യുന്നു, ദേ നിൽക്കുന്നതെന്ന് സച്ചി ഉടനെ കാണിക്കും. അപ്പം രേവതിയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് താലോലിക്കുന്നൊന്നും കാണുന്നത് ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഉടനെ പറയുന്നുണ്ട്, ഒരു രാജകുമാരി എന്ന്. ഉടനെ ശ്രുതിയാണെങ്കിൽ മുഖം വീർപ്പിച്ച് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അകത്ത് കയറി വന്നിരുന്ന് കഴിയുമ്പോഴത്തേന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറയാതെ വന്നത്, ഒന്ന് നേരത്തെ വിളിച്ചറിയിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ആ സച്ചി അങ്ങോട്ട് വിടത്തില്ലായിരുന്നോ എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് അതിശയിപ്പിക്കാനായിട്ട് പറയാതെ തന്നെ വന്നാന്ന് പറയും. അന്നേരത്തേനുടനെ അച്ഛമ്മ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മൂത്ത മരുമോളെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, നിൻ്റെ ഭർത്താവ് ഇപ്പം വല്ല പണിക്കും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഉടനെ ശ്രുതി പറയും, ശ്രുതി ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറയും. ഉടനെ ശ്രുതി ഓടി ചെന്നിട്ട് അച്ഛമ്മയുടെ കാലിൻ്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വലിയ ഹോം അപ്ലയൻസ് ആണെന്നൊക്കെ. അന്നേരത്തേന് സച്ചി പറയുന്നുണ്ട്, എടാ മതി നിൻ്റെ പൊങ്ങച്ചം പറച്ചിൽ, അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞാൽ പോരേന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് വല്ലാതാവും. അച്ഛമ്മ എന്താ ഇന്ന് തന്നെ വന്നെന്നുടനെ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമല്ലേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലായിരുന്നോ എന്ന് ചോദിക്കും. ഉടനെ രേവതി പറയുന്നുണ്ട്, അത് അച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലേ, ഇവിടെ ഒരാൾക്ക് ഓർമ്മയില്ലായിരുന്നു പറയും. എടാ നീ എന്തൊരു ഭർത്താവാടാ, നിനക്ക് ഇത്ര ഓർമ്മയില്ലാതായി പോയല്ലോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, പിന്നീട് ഓർക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നിന്നേ ഉള്ളൂ, പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചുമ്മാതാമ്മേ ഇവൻ ചുമ്മാ പറയുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവരോടും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചമ്മയെ. അത് കഴിയുമ്പോഴത്തേനുടനെ വർഷ ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അച്ചമ്മ ഇങ്ങോട്ട് വന്നതിന് കാരണം ഇവരുടെ വിവാഹ വാർഷികം ആയതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. അത് തന്നെയാണ് മോളെ എന്ന് പറയും. എടാ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതുപോലെ ഇവൻ്റെ കയ്യിൽ ഒരു ജുവൽ ബോക്സ് കണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേനുടനെ സച്ചി ഉടനെ ആ ബോക്സ് എടുത്ത് കാണിക്കുകയാണ്. അച്ചമ്മ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുക, ഒരു മോതിരമാണ്. എന്നിട്ട് പറയും, അച്ചമ്മ തന്നെ ഇത് രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കണമെന്ന്. ഞാൻ എന്തിനാ ഇട്ട് കൊടുക്കുന്നത്, നീ എന്തോ ഒരു ഭർത്താവാടാ, ഇത് ഞാനാണോ ഇട്ട് കൊടുക്കേണ്ടത്, നീയാണ് ഇട്ട് കൊടുക്കേണ്ടത്, നിൻ്റെ ഭാര്യയ്ക്ക് സമ്മാനം മേടിച്ചത് എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ച് നിർത്തിയിട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, എടാ രവി സച്ചി ഒത്തിരി മാറിപ്പോയല്ലോടാ, നേരത്തെ ഇവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനോ നീയോ പറയണമായിരുന്നു, ഇപ്പോൾ അതൊന്നും വേണ്ടല്ലോ, അല്ലാതെ തന്നെ ഇവനിപ്പം എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കും. അവൻ ഒത്തിരി മാറിയെന്ന് പറയും. എന്തായാലും ഭാര്യ പറയുന്നത് കേൾക്കുന്ന നല്ലൊരു ഭർത്താവാകുന്നത് നല്ലതാണെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാവോ എന്ന്. നിനക്കെന്നാ ചെവി കേൾക്കത്തില്ല,
ഉണ്ടായിരുന്നോ, ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞെന്ന് പറയും. സച്ചി നീ രേവതിയുടെ കയ്യിലേക്ക് ആ മോതിരം ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് സച്ചിയെ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഉടനെ ആ മോതിരം കൊണ്ട് രേവതിയുടെ അടുത്തോട്ട് വരും. രേവതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന് സച്ചിയുടെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരം സച്ചി ആ മോതിരം എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് ഇടുന്നത് കാണിക്കുന്നുണ്ട്. രേവതിക്കാണ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രേവതി ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നേയില്ല. അതുകൊണ്ട് രേവതി ആ മോതിരത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ കൈയടിക്കുന്നുണ്ട്. രവീന്ദ്രനും വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അച്ഛമ്മയും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇതൊന്നും. പിന്നെ ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല, ചന്ദ്രമതിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവരാരും ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരത്തി മുഖം വെച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് മോതിരം ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ ആ മോതിരത്തിനോട്ട് നോക്കി തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഒന്നും പറയുന്നൊന്നുമില്ലേ. അന്നത്തേനുടനെ സച്ചി അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ ഇത് കണ്ടോ, രേവതി ആ മോതിരത്തിലോട്ട് തന്നെ നോക്കി നിൽക്കുക, ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. രേവതി പറയും, ഞാൻ ഇങ്ങനെ ഒരു സമ്മാനം പ്രതീക്ഷിച്ചില്ലായിരുന്നു. സച്ചിയേട്ടൻ എനിക്ക് ഇത് മേടിച്ചു കൊണ്ടു തന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഇങ്ങനെ ഒരു സമ്മാനം ഞാൻ കിട്ടുമെന്ന് വിചാരിക്കാതെ കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ചന്ദ്രയും രവീന്ദ്രൻ്റെയും ആശീർവാദം മേടിക്കാൻ. അപ്പോൾ ചന്ദ്രമതി ഏറ്റവും ഇഷ്ടപ്പെടാതെ വന്നാണ് ആശീർവാദമൊക്കെ കൊടുക്കുന്നത്. ചന്ദ്രമതിയുടെ മുഖം കാണുമ്പോഴത്തേനുടനെ അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, നീ നിൻ്റെ മരുമോളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ പറയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് ചന്ദ്രമതി. എന്നിട്ട് പറയും ആ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങോട്ട് പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ദേഷ്യപ്പെട്ട് മുറുക്കെയാണ് കെട്ടിപ്പിടിക്കുന്നത്. രേവതിക്ക് വേദനയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും രേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. സന്തോഷത്തോടു കൂടിയാണ് രേവതി നിൽക്കുന്നത്. എന്നിട്ട് ഒരു ഉമ്മയും കൊടുക്കും. അതുപോലെ രവീന്ദ്രന് ചിരി വരുന്നുണ്ട്, അതുപോലെ തന്നെ സച്ചിക്കും ചിരിയൊക്കെ വരും. അച്ഛമ്മയെ പേടിച്ചാണ് ചന്ദ്രമതി ഇതെല്ലാം ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേന് രേവതിയും സച്ചിയും കൂടെ അച്ഛമ്മയുടെ അടുത്ത് ആശീർവാദം മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും എനിക്കൊരു ഉമ്മ തരാൻ പറയുമ്പോഴത്തേന് അച്ഛമ്മ സച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കും. അപ്പോൾ രേവതി പറയും അച്ഛമ്മ എനിക്കൂടെ ഉമ്മ വേണമെന്ന്. അന്നേരത്തേന് രേവതിക്കും ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരോടും പറയും ഇനി നല്ലതായിട്ട് ഒരുപാട് കാലം നിങ്ങൾ രണ്ടുപേരും ജീവിക്കണം, പിന്നെ ഇനി അടുത്ത വർഷത്തേക്ക് നിങ്ങളുടെ കൂടെ ആശീർവാദം മേടിക്കാൻ ഒരാളൂടെ വേണമെന്ന്, മൂന്നാമതൊരാൾ വേണമെന്ന് പറയുന്നുണ്ട്. സച്ചി പറയും അതിനെന്താ അടുത്ത വർഷം വരെ നീട്ടുന്നത്, നീ ശ്രീകാന്തിനെയും കൂടെ നിർത്തിയിട്ട് ഒരു ആശീർവാദം കൊടുത്തേക്കാൻ പറയും. എടാ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ, അതല്ല ഉദ്ദേശിച്ചത്, അടുത്ത വർഷം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞും വേണമെന്നാണ് പറഞ്ഞെന്ന് പറയും. ഇവനല്ലാതെ നേരിട്ട് പറയാതെ പറഞ്ഞാൽ ഒരു കാര്യവും മനസ്സിലാകത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേന് അവർ ഉടനെ അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിയുടെ മുഖം അങ്ങ് വീർത്ത് കെട്ടി നിൽക്കുമ്പോഴത്തേന് അച്ചമ്മ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിൻ്റെ മുഖത്ത് ഉള്ള ഈ ദേഷ്യത്തിന് കാരണം ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് ശ്രുതിക്കും ആയിരിക്കണമെന്നല്ലേ നീ വിചാരിച്ചത് എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. അതല്ല, ഈ വീട്ടിൽ ആദ്യമായിട്ട് മരുമകളായിട്ട് കയറി വന്നത് രേവതിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആർക്കും കുഞ്ഞുങ്ങളുണ്ടാകരുതെന്നൊന്നും പറയുന്നില്ല, ആർക്കുണ്ടായാലും കുഴപ്പമില്ലെന്ന്. ശ്രീകാന്തും അപ്പം ചോദിക്കുന്നുണ്ട് ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളാകുന്നോടം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നിങ്ങൾക്കും ആകാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിനായിരിക്കും എൻ്റെ സ്വത്തല്ല ഞാൻ എഴുതി വെക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ദേഷ്യം കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അമ്മ വാ നമുക്ക് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് രവീന്ദ്രനെ അമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യം കയറി ഇങ്ങനെ നിൽക്കുന്ന ഉടനെ ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആൻറ്റി എന്താ ഡസ്പായെന്ന്. ഓ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണെന്ന് പറയും. അമ്മ എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും, എനിക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രയെ എന്നുള്ള വിളി അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇതാ വരുന്ന അമ്മയെന്ന് പറഞ്ഞ ഉടനെ ചന്ദ്രമതി അകത്തോട്ട് പോകും. ഉടനെ ശ്രുതി പറയുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായെന്ന്. പിന്നീട് കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടെ രേവതിയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. അപ്പോൾ വാതുക്കം വരുമ്പോഴേ ചോദിക്കും എല്ലാവരും ഉണ്ടോ രേവതി എന്ന് ചോദിക്കും. പിന്നെ എല്ലാവരും കാണുകയില്ലേ, അല്ല ശരത്തുണ്ടോ എന്ന് അറിയാനാന്ന് ചോദിക്കും. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണമെന്ന്, ഇവിടെ കാണണമെന്ന്. ഇപ്പോൾ അവൻ പുറത്തങ്ങാണ്ട് പോയിരിക്കുക, പക്ഷേ അത് കഴിയുമ്പോഴത്തേന് അവൻ ഇങ്ങ് വരുമെന്നൊക്കെ പറയും. ഇന്ന് സച്ചേട്ടൻ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് എല്ലാവരുമായിട്ട് സ്നേഹത്തോടെയൊക്കെ കഴിയാം. ഇപ്പോൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ടത്തേക്ക് പോകാം. വീട്ടിലെന്തായാലും അച്ഛൻ വൈകിട്ടൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്നുള്ളവരെ എല്ലാം കൊണ്ടുപോകണമെന്ന് പറയും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കും. ഇവർ 3 പേരും കാണും, നമ്മളെല്ലാവരെയും കൂടെ കൊണ്ടേ പോകുന്നുള്ളതെന്ന് പറയും. നമ്മളെപ്പോഴും തിരിച്ചു പോകുന്നു രേവതി എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയും 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിന് നീ പ്രസവത്തിന് വന്നൊന്നും അല്ലല്ലോ എന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്തായാലും നടക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്നാൽ സച്ചിക്ക് അങ്ങ് നാണമാകുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നാൽ വാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേന് രേവതിയുടെ അമ്മ ഓടി വന്ന് ഇവരെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. രേവതിയുടെ അനിയത്തിയും വരും. സച്ചിയേട്ടാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ദേവ് പറയുന്നുണ്ട്. നമുക്ക് എന്തിനാ ഈ സായിപ്പന്മാരുടെ ഭാഷയൊക്കെ, നമുക്ക് നമ്മുടെ ഭാഷ പോരെ നിൽക്കും. എന്നാൽ 2 പേർക്കും വിവാഹ മംഗളാശംസകൾ എന്ന് ഉടനെ ദേവ് പറയും. താങ്ക് യു എന്ന് പറയും.
പറയുന്നുണ്ടെന്ന് സച്ചി. ഉടനെ പറയും അത് സായിപ്പന്മാരുടെ ഭാഷയെന്ന് പറയും. ഓ സോറി എന്ന് പറയുന്നത് അതും സായിപ്പന്മാരുടെ ഭാഷയാണെന്ന് പറയും. ഉടനെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ വടി കൊടുത്ത് അടി മേടിച്ച പോലെ ആയല്ലോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ഇവരെല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.